പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ഇന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന അധ്യായത്തിൻ്റെ റിവിഷനാണ് നടത്തുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2, എക്സ് നോട്ട് ഈക്വൽ ടു 2. നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 2 ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 2ൽ ഡിഫൈൻഡ് അല്ല. എന്നാൽ നമുക്ക് രണ്ടിനടുത്തുള്ള വിലകൾക്ക് ഫംഗ്ഷന്റെ വില കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടാൽ ഇപ്പോൾ 1.9, 1.99, 1.999 എന്നീ വിലകൾക്ക് ഫംഗ്ഷന്റെ വിലകൾ കണ്ടാൽ നമുക്ക് ഈ ടേബിളാണ് കിട്ടുക. ഈ ടേബിൾ കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല, കാരണം അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 എന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആവുമ്പോൾ അത് എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ളത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് രണ്ടാവാത്ത എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എക്സ് 2 അല്ലെങ്കിൽ നമുക്ക് എക്സിൻ്റെ വിലകൾക്കനുസരിച്ച് എഫ് ഓഫ് എക്സ് കാണാൻ വേണ്ടി എക്സിനോട് 2 കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് കിട്ടുന്ന ടേബിൾ ഇതാണ്. 1.9ന് 3.9, 1.99 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വില 3.99, അങ്ങനെ പോകുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതാണ്. എക്സിന്റെ വിലയുടെ ഒരു എക്സിന്റെ വില പോകുന്നത് 2ലേക്കാണ്. എക്സ് അപ്രോച്ചസ് ടു 2 എന്ന് പറയും. കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ you consider the sequence 1.9, 1.99, 1.999. It is a sequence and that sequence approaches to 2. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സിനും നമുക്ക് സീക്വൻസ് ഓഫ് വാല്യൂസ് കിട്ടും. അത് 3.9, 3.99, 3.999 എന്നുള്ള സീക്വൻസ് ആണ്. ആ സീക്വൻസ് അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ ലിമിറ്റ് എന്ന് വേണം പറയാം. ആ സീക്വൻസ് അപ്രോച്ച് ചെയ്യുന്നത് 4ലേക്കാണ്. അതുകൊണ്ട് ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എക്സ് സ്വീകരിക്കുന്ന വിലകൾ 2നേക്കാളും കുറവാണ്. 2നേക്കാളും കുറവാണ് എന്ന് പറയുന്ന സമയത്ത് റിയൽ ലൈനിൽ 2ന്റെ സ്ഥാനത്തിന്റെ ഇടതു ഭാഗത്താണ്. ഓക്കെ, അപ്പൊ ഇടതു ഭാഗത്തിൽ നിന്നാണ് എക്സിന്റെ വില 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയും 4 എന്നത് ഈ ഫംഗ്ഷന്റെ 2 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്ന് പറയും. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്. We say that 4 is the left hand limit of f at x equal to 2 and we write, ഇതാണ് ഇതിന്റെ നൊട്ടേഷൻ. ലിമിറ്റ് x tends to 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4. ഈ 2 മൈനസ് എന്ന് പറയാൻ കാരണം 2നേക്കാളും കുറവായ വിലകളാണ് നമ്മൾ എക്സിന് എടുക്കുന്നത്. 2നേക്കാളും കുറവായ വിലകൾ. എക്സ് 2 എന്നുള്ള വില സ്വീകരിക്കുന്നില്ല, എക്സ് 2നേക്കാളും കുറവായ വിലകൾ എടുക്കുന്നു. 2നേക്കാളും കുറവായ വിലകൾ എടുത്തിട്ട് 2ലേക്ക് അടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് എഫിന്റെ വില 4ലേക്ക് അടുക്കുന്നു. അപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 2 4 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ടേബിൾ പരിശോധിക്കുക. ഈ ടേബിളില് എക്സിന്റെ വിലകൾ നമ്മൾ എടുക്കുന്നത് 2.1, 2.01, 2.001, 2.001 എന്നതാണ്. കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. 4.1, 4.01, 4.001, 4.0001. ഇവിടെ എക്സിന്റെ വിലകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സിന്റെ വില നമ്മൾ മനസ്സിലാക്കി. ഈ സീക്വൻസിന്റെ ഒരു പ്രത്യേകത എന്താ? 2.1, 2.1 അതിനേക്കാൾ കുറഞ്ഞത് 2.01. ഓക്കെ, ഇതിനേക്കാൾ കുറച്ച് ചെറിയൊരു വിലയാണ് എടുത്തത് 2.001, 2.0001. അപ്പോൾ ഈ വിലകളൊക്കെ 2ലേക്ക് ടെൻഡ് ചെയ്യുന്ന, 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വിലകളാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷന്റെ വിലകളും നോക്കിയാൽ മനസ്സിലാവും 4ലേക്ക് ടെൻഡ് ചെയ്യുന്ന വിലകളാണ്. മറ്റൊരു പ്രത്യേകത, ഈ എക്സിന്റെ വിലകൾ എടുത്തത് 2നേക്കാളും അധികമാണ്.
രണ്ടിനേക്കാളും അധികം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് റിയൽ ലൈനിൽ ഇത് രണ്ടിന്റെ x=2 എന്ന അതിന്റെ സ്ഥാനത്തിന്റെ വലതുഭാഗത്താണ്. അപ്പോൾ എക്സ് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് വലതുഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ് 2ലേക്ക് വലതുഭാഗത്തു നിന്നും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷന്റെ വില 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എഴുതും ലിമിറ്റ് x ടെൻസ് ടു 2 + f(x) = 4 എന്ന് എഴുതും. 2+ എന്ന് എഴുതാൻ കാരണം ഇവിടെ x ടെൻസ് ടു 2+ എന്ന് എഴുതാൻ കാരണം x സ്വീകരിക്കുന്ന വിലകൾ 2നേക്കാളും അധികമാണ് എന്നതുകൊണ്ടാണ്. ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തുല്യമാണ്. ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു 2 - f(x) = ലിമിറ്റ് x ടെൻസ് ടു 2 + f(x). അതുകൊണ്ട് നമ്മൾ പറയും ലിമിറ്റ് x ടെൻസ് ടു 2f(x) = 4 എന്ന് വെച്ചാൽ f(x)ന്റെ 2ലെ ലിമിറ്റ് x 2 ആവുമ്പോഴുള്ള ലിമിറ്റ് 4 ആണ്. ഓക്കെ, ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് അറ്റ് x = 2 ഓഫ് f(x) = 4 എന്ന് പറയും. ഇനി നമ്മൾ ഇതിന്റെ ഒന്ന് ഗ്രാഫ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിന്റെ ഗ്രാഫ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഗ്രാഫ് x² - 4 / x - 2 എന്ന ഗ്രാഫില് നമ്മൾക്ക് അറിയാം x = 2 ഫംഗ്ഷന്റെ ഗ്രാഫ് ഡിഫൈൻഡ് അല്ല. നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മമായി ആലോചിച്ചാൽ മനസ്സിലാവും x = 2 ഫംഗ്ഷൻ ഇല്ല, ഫംഗ്ഷന്റെ വാല്യൂ ഇല്ല, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ x = 2 ആ ഗ്രാഫിന് നമുക്ക് വേണം പറയാം ഒരു പാച്ച് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അതിന് മലയാളത്തിൽ പറയണമെങ്കിൽ അതൊരു ചെറിയൊരു മുറിഞ്ഞിട്ടുണ്ട്. അവിടെ കാണുമ്പോൾ നമുക്കത് അത് വലിച്ചു പിടിച്ചതുകൊണ്ട് ഒരു മുറിവ് കാണുന്നില്ല, വലിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ദർ ഈസ് എ പാച്ച്. ഇത് ഒറ്റ കഷ്ണമല്ല, ശരിക്കും 2 കഷ്ണമാണ് ഉള്ളത് എന്ന് വേണം പറയാം. വെച്ചാൽ x = 2 അത് മുറിച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് സ്വീകരിച്ച വിലകൾ 1.9 ആണ്. 1.9 കറസ്പോണ്ടിങ് ആയിട്ട് 3.9 ആണ് കിട്ടുക. നമുക്ക് ഒരു ഫംഗ്ഷന്റെ വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ 4 എടുത്താൽ 4ൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് ഫംഗ്ഷന്റെ ഗ്രാഫിനെ മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക, അത് y ആക്സിസിൽ മീറ്റ് ചെയ്യും. y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഫംഗ്ഷന്റെ വില കിട്ടുക. അപ്പോൾ f(4) എന്നത് 6 ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് f(1.9, 1.99) ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ വിലകളൊക്കെ എവിടെ ഉണ്ടാവുക? ഇവിടെയാണ് ഉണ്ടാവുക. പക്ഷെ ആ വിലകളുടെ പോക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, വലതുഭാഗത്തേക്കാണ്. ഇടത്തുനിന്ന് വലതുഭാഗത്തേക്കാണ്. ഇടത്തു നിന്നാണ് അത് എവിടത്തേക്കാ പോകുന്നത്? ആ വിലകൾ 4ലേക്കാണ് പോകുന്നത്. എവിടുന്നാ പോകുന്നത്? ഇടതുഭാഗത്ത് നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ഈ ഫംഗ്ഷൻ x = 2 ലെഫ്റ്റ് ലിമിറ്റ് 4 എന്ന് പറയും. റൈറ്റ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത വിലകൾ 2.1, 2.01 ഒക്കെയാണ്. ഈ 2.1 എന്നത് നമ്മൾ മനസ്സിലാവും 2ന്റെ വലതുഭാഗത്താണ്. അപ്പോൾ ആ വിലകൾ പോകുന്നത് ഇങ്ങോട്ടാണ്. എന്ന് വെച്ചാൽ 2.1, 2.01 എന്ന് വെച്ചാൽ വലതുഭാഗത്ത് നിന്ന് 2ലേക്ക് കുറഞ്ഞ് 2ലേക്ക് എത്തുന്നു. നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് 1.9 നിന്ന് കൂടി 2ലേക്ക് എത്തുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് 2നേക്കാളും അധികമായിട്ടുള്ള വിലകൾ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലിമിറ്റ് x ടെൻസ് ടു 2+ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വിലകളുടെ ഒരു പ്രത്യേകത അത് ഈ ഗ്രാഫില് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരിക. വലതുഭാഗത്ത് നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അത് 4ലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ ഗ്രാഫിലേക്ക് x = 2 അത് അടുക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വിലകൾ അടുക്കുന്നത് 4ലേക്ക് തന്നെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വിലകൾ അടുക്കുന്നത് 4ലേക്ക് തന്നെയാണ്. രണ്ടും ഒരേ പോയിന്റിലേക്ക് അടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഒരേ സ്ഥലത്തേക്ക് അടുക്കുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഒരേ സ്ഥലത്തേക്ക് തന്നെ അടുക്കുന്നു, ഒരേ വാല്യൂയിലേക്ക് അടുക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഈ കേസിൽ മാത്രമല്ല, ജനറൽ ആയിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസുകളാണ് പറയുന്നത്. ഒന്ന്, ലെഫ്റ്റ് ലിമിറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. ലെഫ്റ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് വാല്യൂ കാണാൻ പറ്റുന്നില്ല, അപ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല.
ഈ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എപ്പോഴും തുല്യമാവണമെന്നൊന്നുമില്ല. തുല്യമാവുന്നില്ലെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് 3 കേസുകൾ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത 3 കേസുകൾ. ഒന്നുകിൽ ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പോൾ നമുക്ക് അതിന്റെ വില കിട്ടുന്നില്ല, റൈറ്റ് ലിമിറ്റ് കാണുന്ന സമയത്ത് വില കിട്ടുന്നില്ല. ഇനി ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ രണ്ടും തുല്യമല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് റിസൾട്ട് ആണ് പറയുന്നത്. ഒന്ന്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് 0 ആണ്. അത് നമുക്ക് നമ്മുടെ ഡെഫിനേഷൻ തന്നെ വളരെ വ്യക്തമാണ്, ഒരുപാട് വിശദീകരിക്കുന്നില്ല, നമ്മൾ റിവിഷൻ ആയതുകൊണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഈക്വൽ ടു 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ഈക്വൽ ടു എ ആണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു, ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഈ റിസൾട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്, ഒരു പോളിനോമിയലിനെ സംബന്ധിച്ച് അതിന്റെ ലിമിറ്റും എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ ലിമിറ്റും എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിലെ വാല്യൂവും തുല്യമാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ടുകളാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ റിസൾട്ട്, ഏത് പോസിറ്റീവ് ഇൻറ്റിജർ n എടുത്താലും എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ എന്ന ഫംഗ്ഷൻ ആ കോഷ്യന്റിന്റെ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ടു ദ പവർ ഓഫ് n മൈനസ് എ ടു ദ പവർ ഓഫ് n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ n എ ടു ദ പവർ ഓഫ് n മൈനസ് 1 ആണ്. രണ്ടാമത്തെ റിസൾട്ട്, സൈൻ എക്സ് ബൈ എക്സ് എന്ന കോഷ്യന്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എടുത്താൽ 1 ആണ്. 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ്, എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എടുത്താൽ 1 ആണ്. ഇനി നമ്മൾ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. അതിന് നമ്മൾ വി കൺസിഡർ എ ഫംഗ്ഷൻ ഓഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് എ പോയിന്റ് എ ഇൻ ഇറ്റ്സ് ഡൊമൈൻ. നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു, ഡൊമൈനിലെ ഒരു പോയിന്റ് എ എടുക്കുന്നു. ഈ കോഷ്യന്റ് എടുത്തു നോക്കുക, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. ഈ കോഷ്യന്റിൽ എച്ച് ടെൻസ് ടു 0, എച്ച് ഈ 0 ലിമിറ്റ് എടുക്കുക. എച്ച് ടെൻസ് ടു 0 എന്ന രീതിയിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ചിന്റെ ലിമിറ്റ് എടുത്താൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എ ആണ്. ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇനി ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. അതിന് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് എന്ന ഫംഗ്ഷനിൽ എച്ച് ടെൻസ് ടു 0 എടുക്കുക. ആ 0 എടുത്താൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വിളിക്കും. ഇതാണ് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ പറയുന്നത് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ആണ്. അതിൽ ഒന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് ദ സം ഈക്വൽ ടു സം ഓഫ് ദ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണുക, ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് രണ്ടും കൂട്ടുക. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇനി ഡിഫറൻസിനും അതേ റൂള് ബാധകമാണ്. ഡെറിവേറ്റീവ് ഓഫ് ദ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നതിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് കുറച്ചാൽ മതി, ഡിഫറൻസ് കണ്ടാൽ മതി, വ്യത്യാസം കണ്ടാൽ മതി. ഇനി നമ്മൾ പറയുന്നത് പ്രോഡക്റ്റ് റൂളാണ്. പ്രോഡക്റ്റ് റൂള് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് റിസൾട്ടിൽ നിന്നും വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡെറിവേറ്റീവ് അല്ല. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. പിന്നെ എന്താണ് റിസൾട്ട്? ഇതാണ് റിസൾട്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം,
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതേപോലെ ക്വസ്റ്റ്യൻ റൂളും നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സം ഡെറിവേറ്റീവ് ഡിഫറൻസ് പറയുന്നത് പോലെയല്ല. വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് ദ കോഷ്യന്റ് ഓഫ് ദ ഡെറിവേറ്റീവ് അല്ല. പിന്നെ എന്താണ്? പിന്നെ റിസൾട്ട് ഇതാണ്, ശ്രദ്ധിച്ചോളൂ. d by dx of f of x by g of x equal to g of x into d by dx of f of x minus f of x into d by dx of g of x divided by g of x whole square. വെച്ചാൽ അതിൻ്റെ ന്യൂമറേറ്റർ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഡിനോമിനേറ്റർ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദ കോഷ്യന്റ് ഈക്വൽ ടു denominator into derivative of the numerator minus numerator into derivative of the denominator divided by square of the denominator. ഇനി നമ്മൾ ഇതിൽ ബാക്കിയുള്ളത് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അതിൽ ഒന്നാമത്തെ റിസൾട്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെത് സൈൻ എക്സ് അല്ല, മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. കോസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസീക്ക് സ്ക്വയർ എക്സ് ആണ്. ഈ റിസൾട്ടുകളും ഈ ആശയങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അധ്യായത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.